ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ലൊരു ഞണ്ട് മസാല കറി ഉണ്ടാക്കിയാലോ. അതിന് ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞണ്ട് 2 കഷ്ണാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലേ നമ്മളെ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് മസാല എന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3ഉം കൂടെ ചതച്ചത് 1 സ്പൂണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നാലേ നമ്മളെ മസാല ഈ ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പം തിളക്കുമ്പോൾ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ അടുപ്പത്ത് വെച്ച് 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ശേഷം കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാകും, ആവി വീണിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പുളിവെള്ളം എല്ലാം ഒന്ന് ഇറച്ചിയിലേക്കൊക്കെ പിടിക്കട്ടെ ഞണ്ടിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നും കൂടെ നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായി മിക്സാക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 സ്പൂണ്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം കുറച്ച് ജീരകം, വലിയ ജീരകം കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഈ സമയത്ത് തന്നെ നമ്മളിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്കാക്കാം, വേവിക്കാം. ഇപ്പം നന്നായി അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി. നമ്മളിത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കും. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുണ്ട്. അപ്പം ചൂടാറിയിട്ട് അരക്കാൻ ശ്രമിക്കാം. കുറച്ച് 1 സ്പൂണ് വെള്ളവും കൂടെ ഒഴിക്കാം. നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരപ്പിൻ്റെ ബാക്കിയും കൂടെ കഴുകിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ക്രാബിനെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞണ്ടിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കാം. ഇപ്പം മസാലയെല്ലാം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്.
നന്നായിട്ട് തേങ്ങാപ്പാൽ മസാലയിൽ മിക്സ് ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പക്ഷേ നമുക്കൊന്ന് അടച്ച് വെക്കാം. ശേഷം നല്ല വെന്ത് നല്ല ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഞണ്ട് മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞണ്ട് മസാല കറി ചപ്പാത്തി, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ല അടിപൊളി ക്രാബ് മസാല കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.